പ്രതിഷേധം UDF പ്രതിഷേധം കുടിവെള്ളം എവിടെ കുടിവെള്ളം എവിടെ ദാഹജലം എവിടെ ദാഹജലം എവിടെ കുടിവെള്ളം എവിടെ മേയറെ അത് കുടിവെള്ളം എവിടെ കുടിവെള്ളം എവിടെ കുടിവെള്ളം എവിടെ മേയറെ നമ്മളത് പറയുന്നത് 2 മാസത്തിന് ശേഷം കാര്യങ്ങൾ ശരിയായി നടക്കുവാൻ വേണ്ടിയാണ്. നിർഭാഗ്യവശാൽ ആ ഒരു സമരത്തിന്റെ കാര്യങ്ങൾ പോലും മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളമില്ലാത്ത ഒരവസ്ഥയിലെത്തി. കുടിവെള്ളമില്ലാത്ത ഈ അവസ്ഥയിലെത്തിക്കുന്നതിൽ അത് പ്രഥമ ഉത്തരവാദി ഇവിടുത്തെ കോർപ്പറേഷനും അതോടൊപ്പം വാട്ടർ അതോറിറ്റിയും തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ അതോറിറ്റിയുടെ പിടിപ്പുകേറ് കാരണം, അരുവിക്കരുത് വെള്ളത്തിന്റെ വിഷയങ്ങൾ കാരണം, ട്രാൻസ്ഫോമർ വിഷയങ്ങൾ കാരണമൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ അവർ സമരം ചെയ്തു. പക്ഷെ അതിനൊന്നും ഒരു ഭരണപരിചയം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ കോർപ്പറേഷന് ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും കൂടുതൽ കാര്യങ്ങളിൽ കടക്കുന്നതിന് കൗൺസിൽ കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള KPCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീ കെ അവരാണ്. നമ്മുടെ നഗരത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് പോയി കുടിവെള്ളപ്രശ്നം തീർച്ചയായി വരുന്നു. നേരത്തെ സൂചിപ്പിച്ചു പോലെ മേയറോട് പരാതി പറയുമ്പോൾ മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയും. വാട്ടർ അതോറിറ്റിയോട് എന്ന് പറഞ്ഞാൽ വിതരണാവകാശം നഗരസഭയ്ക്കാണെന്ന് വാട്ടർ അതോറിറ്റി പറയും. ഇങ്ങനെ 2 വാരം നടന്നു ഓടുകയാണ്. എന്നാൽ പൈപ്പ് തുറന്നാൽ ഒരു ശബ്ദമല്ല, പാമ്പ് വീട്ടുന്നവർ ഇപ്പോൾ പൈപ്പ് തുറന്നായിട്ട് ഭയം എന്താന്ന് പറഞ്ഞാൽ പലർക്കും പാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. ചൂടൊക്കെ നെറ്റ് ഉണ്ടാകും. പൈപ്പ് തുറന്നാൽ കേൾക്കുന്ന ശബ്ദം പാമ്പ് വന്നോ എന്നുള്ള ഭയമാണ് ഇപ്പൊ ജനങ്ങൾക്ക്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട ചുമതല 2 കൂട്ടരും കൂടി. വാട്ടർ അതോറിറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ള ജലവിതരണത്തിന്റെ മുഖ്യ ഉത്തരവാദിത്തം. തിരുവനന്തപുരത്ത് താലൂക്ക് ഓഫീസിൽ പോലും വെള്ളമില്ലായില്ല. വാട്ടർ അതോറിറ്റിയുടെ തകരാറാണ് അത് പറയുന്നു. ഫലപ്രദമായി ജലവിതരണം നടത്താൻ എന്തുകൊണ്ട് നഗരസഭയ്ക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് ഉത്തരവാദിത്വം നഗരസഭ നിർവഹിക്കുന്നില്ല? അധികാരത്തിൽ വന്ന് ഇപ്പോൾ 3 മാസമായി. ഈ 3 മാസത്തിൽ ഏതാണ്ട് 1 മാസം ഡൽഹിയിലായിരുന്നു. KK എക്സ്പ്രസിലെ യാത്ര, പ്രധാനമന്ത്രിയെ കണ്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. പ്രധാനമന്ത്രി നഗരത്തിൽ വന്നു. ഈ ഭരണം വന്നതിന് ശേഷം 25-ാം ദിവസം വന്നു. 45-ാം ദിവസം കൊണ്ടിട്ടാണ് പറഞ്ഞത്. നേരത്തെ വന്നു. പക്ഷേ 45 ദിവസം കഴിഞ്ഞ് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ് ഒരാനുകൂല്യം പ്രഖ്യാപിച്ചു. വന്നു, മേയറെ കെട്ടിപ്പിടിച്ചു എന്നല്ലാതെ മറ്റൊരു കൊടുത്തുണ്ടായില്ല. ചുരുക്കി പറഞ്ഞാൽ നഗരവാസികൾക്ക് വെള്ളം കിട്ടാൻ ഏറ്റവും പ്രധാനം പറയുന്നത് പ്രധാന തീർത്ഥാടന പ്രദേശമായിട്ട് ആറ്റുകാൽ പ്രദേശം. ആറ്റുകാലി നഗരസഭ പ്രദേശം വെള്ളം കിട്ടി, പൊങ്കാലയ്ക്കും കിട്ടിയില്ല. അപ്പൊ ഇത്രയും ഭയാനകമായ അവസ്ഥയുണ്ടായിട്ട് ഇപ്പോ നഗരസഭ സ്മാർട്ട് പദ്ധതിപ്പെടുത്തിയാണ് ജില്ലാസ്കൂൾ പോലും പ്രവർത്തിക്കുന്നത്. ഇന്ന് പദ്ധതിയെ പറഞ്ഞൊക്കെ മാറ്റാം. 2 ലക്ഷം മുതൽ 1 ലക്ഷം വരെയാണ് അതിനെ ചെലവഴിച്ചു. പക്ഷെ അതിനും വെള്ളം കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ ജനം രണ്ടോട്ടുള്ളൂ. പൈപ്പ് പൊട്ടലാണെങ്കിൽ സ്ഥിരമാണ്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് നഗരസഭ മുൻകൈ എടുത്തു? ഒരു യോഗം വിളിക്കുന്നില്ല. പെരുമാറ്റച്ചട്ടമുണ്ട്, മന്ത്രിയെ വിളിക്കണ്ട, ശരി സംബന്ധിച്ചു ഉദ്യോഗസ്ഥന്മാരില്ല. ജലവകുപ്പിന്റെ സെക്രട്ടറിയില്ല, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയില്ല. ഇവരെ ബന്ധപ്പെട്ട് ഒരു യോഗം വിളിച്ചു. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എന്തുകൊണ്ട് മേയർ ശ്രമിക്കുന്നില്ല? അത് മേയർക്ക് ഇപ്പോഴും തിരക്കാണ്. കാരണം എവിടേക്കാണ് ശുചീകരണം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എവിടെയാണ് ശുചീകരണം വന്നത്? ഇതിന് പറയുന്നത് എപ്പോഴധികം നെട്ടയത്താണ്. നെട്ടയത്ത് സംഘർഷത്തിൽ അതിന്റെ പങ്ക് പറ്റാൻ വേണ്ടി പോവുക. അവിടെ വളരെ സമാധാനം ഉണ്ടാക്കാനല്ല, കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ അതിന് പുറമെയാണ് പവർക്കത്തിന്റെ അവസ്ഥ. ജനം ആകെ ഉള്ളൂരില്ല.
അതായത് പുറത്തിറങ്ങിയാൽ ചൂട് സഹിക്കാനില്ല, അകത്ത് കയറിയാൽ പ്രവർത്തനം, അകത്തും പുറത്തും പാമ്പ്. ഇതാണ് ജനത്തിന്റെ അവസ്ഥ. പൈപ്പ് തുറന്നാൽ പാമ്പിന് ശബ്ദമാണോ അതോ പൈപ്പിൽ നിന്ന് വരുന്ന സൗണ്ടാണോ എന്നറിയാത്ത രീതിയിലുള്ള ശബ്ദം. ഇത് തലസ്ഥാനം ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മൾ കുതിരാവുന്നതിന്റെ അവസ്ഥ ഉണ്ടായി. നമ്മൾ ഗ്രാമീണ പ്രദേശമല്ല, ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് വെള്ളം കിട്ടാറ്. പാറ്റുകാലൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് 50 വാർഡുള്ള കാലത്ത് നമ്മൾ നഗരസഭയിൽ ബാക്കിയുള്ള പ്രദേശങ്ങളാണല്ലോ 50 വാർഡുകളിലാണ് കൂട്ടിച്ചേർത്ത്. അതല്ലാത്ത പഴയ പ്രദേശങ്ങളിൽ തന്നെ അവിടെ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. ഞാൻ ഈ നഗരത്തിലെ മറ്റേ താമസക്കാരനാണ്. ഞങ്ങളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേറെ മുൻകൈ എടുക്കണം. അതിന് അധികത്തിന്റെ ഉത്തരവാദിത്തമാണ് നഗരത്തിൽ എല്ലാവർക്കും വെള്ളം എത്തിക്കേണ്ട ഉത്തരവാദിത്തം നഗരസഭയുടെ മേയർക്കാണ്. മേയർ അടിയന്തരമായി കത്ത് കൊടുത്ത് ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ച് പരിഹാരം ഉണ്ടാക്കിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അടുത്ത ആഴ്ച വരാകുമ്പോഴേക്കും റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതുവരെ കാത്തിരിക്കുന്ന ജനത്തിന് വെള്ളം കുടിക്കണം. റിസൾട്ടിന് ഒരാഴ്ച കിട്ടിയ ശരിയാണ്. ശരിയായിട്ട് ജനം വെള്ളം കുടിക്കണം. ഇത് കുടിക്കാനുമില്ല വെള്ളം, കുടിക്കാനുമില്ല. അതുകൊണ്ട് മേയർ അടിയന്തരമായി അതിപ്പോ കൗൺസിൽ ഗവൺമെന്റ് വേണമെന്ന് വിളിച്ചു അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചതിന് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 ഭാഗത്തേക്കുള്ള ഓട്ടം സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ദുരിതമാണ്. അതുകൊണ്ട് അത് ഒരിക്കലും അത് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നഗരസേവനവും ഞങ്ങൾ നഗരസേവനത്തിൽ ഉദീക്ഷണം നടത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയും പരിശുദ്ധരൊന്നുമല്ല, അവരുടെ കയ്യിലും വെച്ചത്. പക്ഷെ നോക്കി നടത്തേണ്ട നേതൃത്വമുള്ളതുകൊണ്ട് തീർച്ചയായും ഇതിന് മുമ്പിൽ കൗൺസിലർമാർ, ഈ കൗൺസിലർമാരൊക്കെ അവരെ വാർഡിൽ ചെല്ലാൻ പറ്റുന്നുണ്ടോ? ഇത് ചെല്ലുമ്പോൾ ആൾക്കാർ ജയിക്കുകയാണ്. എവിടെ വെള്ളം എവിടെ എത്തിക്കാം? ആരോട് നിങ്ങൾ പറയും? മേയർ പറയും വാട്ടർ അതോറിറ്റിയോട് പറയുന്നു. വാട്ടർ അതോറിറ്റി പറയും പോയിട്ട് മേയർ. കൗൺസിലർമാർ ജനവിദ്യാഭ്യാസത്തിൽ ബന്ധപ്പെട്ടുന്നവരാ. MLA ഒരാഴ്ച കണ്ടില്ലെങ്കിലും ജനം ചോദിക്കില്ല, MP-മാരെ കണ്ടില്ലെങ്കിൽ തീരെ ചോദിക്കില്ല. ഒരു കൗൺസിലറിന്റെ സ്ഥിതി അതാണോ? ഒരു കൗൺസിലറെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ആദ്യം ചോദിക്കും ഇന്നലെ എവിടെയായിരുന്നു. തെക്കോട്ട് വടക്കോട്ട് പോകുമ്പോ MLA-നെ കണ്ടില്ലെങ്കിൽ MLA-നെ കണ്ടില്ലെങ്കിൽ സാർ എന്താ തിരുവനന്തപുരത്ത് വന്നത്? MP-നെ കണ്ടാൽ ചോദിക്കും സാർ എന്താ തിരുവനന്തപുരം ഡൽഹിന്ന് വന്നത്? കൗൺസിലറെ കണ്ടില്ലെങ്കിൽ ഇന്നലെ എവിടെയായിരുന്നു. അപ്പൊ അത്രയേറെ ബന്ധമാണ് ഈ പ്രോട്ടോകോൾ ഏറ്റവും താഴോട്ട് എന്നുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് കൗൺസിലർമാരാണ് എല്ലാ ദിവസവും ജനങ്ങൾക്കാണ്. ഏറ്റവും 2 വർഷം മുമ്പ് നമ്മുടെ നഗരത്തിൽ 52 വാർഡുകളിൽ കുടിവെള്ളം പെട്ടെന്ന് ഇല്ലാതായി. എനിക്കെന്നാ ഒരു കല്യാണ വീട്ടിൽ ചെന്നപ്പോ ഒരു കൗൺസിലർ കല്യാണം ജനം കൗൺസിലർ അവസാനം ബൈക്ക് എടുത്ത് ഓടിക്കും. അപ്പൊ അതാണ്. അപ്പൊ കൗൺസിലർമാരെ ഉത്തരം പറയണ്ട, മറ്റാരുമല്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മേയർ കുറച്ചുകൂടെ ശ്രദ്ധ അധികം കഴിയാണ്. കൗൺസിലർ ആയപ്പോൾ അധികം കൗൺസിൽ യോഗത്തിലൊന്നും വന്നു. ഇത്തവണ അദ്ദേഹത്തിനോട് പറയുന്ന മേയർ സ്ഥാനമാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് നഗരത്തിന്റെ പിതാവാണ്. അപ്പൊ ആ പിതാവിന്റെ ചുമതല എല്ലാവരും മക്കളാണ്. അത് മക്കളില് കോൺഗ്രസ് ഏതാണ്, CPM ഏതാണ്, BJP ഏതാണെന്നല്ല നോക്കുന്നത്. എല്ലാവരും തുല്യരായിട്ടുണ്ട്. ഈ 101 വാർഡിലെയും ജനങ്ങളെ ഒന്നായി കണ്ട് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് തന്നെ അധികം മുൻകൈ എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുവരെ നടത്തിയ ശ്രമങ്ങളിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ധർണ്ണ എല്ലാവരും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു.